കേരളത്തിൽ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ക്ഷേമ പെൻഷൻ 3000 രൂപയിലേക്ക് ഉയർത്താനുള്ള നടപടികൾ സർക്കാർ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ പെൻഷൻ പട്ടികയിലെ അർഹത വീണ്ടും പരിശോധിക്കാനുള്ള നടപടികളും ശക്തമാക്കുകയാണ്. നിലവിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 2000 രൂപയാണ്. ഇത് 3000 രൂപയാക്കുമെന്ന വാഗ്ദാനം നടപ്പാക്കുന്നതിനോടൊപ്പം അർഹരായവർക്ക് മാത്രം പെൻഷൻ ലഭിക്കുന്ന തരത്തിൽ പട്ടിക പരിശോധിക്കുമെന്നും സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ചോദ്യം ഇതാണ്: ആരെയാണ് ഈ പരിശോധന ബാധിക്കുക? എന്തൊക്കെയാണ് പരിശോധിക്കുന്നത്? പെൻഷൻ മുടങ്ങാതിരിക്കാൻ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ആദ്യമായി പറയേണ്ടത്, ഇത് വയോജന പെൻഷൻ മാത്രം സംബന്ധിച്ച പരിശോധനയല്ല എന്നതാണ്. കേരളത്തിൽ കർഷക തൊഴിലാളി പെൻഷൻ, വാർദ്ധക്യ പെൻഷൻ, ഭിന്നശേഷി പെൻഷൻ, വിധവാ പെൻഷൻ, 50 വയസ്സിന് മുകളിലുള്ള അവിവാഹിത സ്ത്രീകൾക്കുള്ള പെൻഷൻ തുടങ്ങിയ വിവിധ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതികളുണ്ട്. ഇവയിൽ പ്രത്യേകിച്ച് വിധവാ പെൻഷൻ വാങ്ങുന്നവർ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. വിധവാ പെൻഷന്റെ അടിസ്ഥാന അർഹതകളിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് ഗുണഭോക്താവ് വീണ്ടും വിവാഹം കഴിച്ചിട്ടില്ല എന്നതാണ്. അതുകൊണ്ട് തന്നെ പുനർവിവാഹവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇപ്പോൾ കൂടുതൽ കൃത്യമായി പരിശോധിക്കുകയാണ്. സേവന പോർട്ടലിൽ തന്നെ നോ മാരേജ് സർട്ടിഫിക്കറ്റ് ഡേറ്റ് എന്ന വിഭാഗം നിലവിൽ കാണുന്നുണ്ട്. കൂടാതെ വിധവാ പെൻഷൻ ഗുണഭോക്താക്കൾ വിവാഹം അല്ലെങ്കിൽ പുനർവിവാഹം ചെയ്തിട്ടില്ലെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട സർക്കാർ ഉത്തരവുകളും ഇപ്പോൾ നിലവിലുണ്ട്. അതുകൊണ്ട് ഒരു വിധവാ പെൻഷൻ ഗുണഭോക്താവ് പിന്നീട് വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ വിവരം മറച്ചുവെച്ച് പെൻഷൻ തുടരുന്നത് ഭാവിയിൽ പരിശോധനയിൽ പ്രശ്നമായേക്കാം. ഇത് വെറും രേഖ പരിശോധിക്കൽ മാത്രമായി കാണേണ്ടതില്ല. സർക്കാർ വിവിധ ഡേറ്റകൾ തമ്മിൽ പരിശോധിക്കുന്ന സംവിധാനങ്ങളാണ് ഉപയോഗിക്കുന്നത്. ആധാർ അടിസ്ഥാനത്തിലുള്ള തിരിച്ചറിയലും ബയോമെട്രിക് ഓതൻറ്റിക്കേഷനും ഇതിനകം പെൻഷൻ സംവിധാനത്തിൻ്റെ ഭാഗമാണ്. ജീവൻ രേഖാ സംവിധാനത്തിലൂടെ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ആധാർ ബയോമെട്രിക് ഓതൻറ്റിക്കേഷൻ നടത്താനും ഡിജിറ്റൽ ലൈഫ് സർട്ടിഫിക്കറ്റ് ലഭിക്കാനും സാധിക്കും. അതായത് പെൻഷൻ പട്ടികയിലെ വിവരങ്ങൾ പഴയതാണെങ്കിൽ ഇനി അത് തിരുത്തേണ്ട സാഹചര്യം വന്നേക്കാം. മറ്റൊരു പ്രധാന കാര്യം, ഒന്നിലധികം പെൻഷൻ വാങ്ങുന്നവർ ആണ്. ഒരു വ്യക്തിക്ക് ഒരേ സമയം അനുവദനീയമല്ലാത്ത 2 സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ ലഭിക്കുന്നുണ്ടോ എന്നതും പരിശോധിക്കപ്പെടാം. ഇത്തരത്തിലുള്ള പരിശോധനയുടെ ആവശ്യകത മുൻപും ഔദ്യോഗിക ഓഡിറ്റുകളിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. CAG നടത്തിയ പരിശോധനയിൽ ആധാർ അടക്കമുള്ള വിവരങ്ങൾ ഉപയോഗിച്ച് ഇരട്ട പെൻഷൻ ലഭിച്ചിരുന്ന ചില കേസുകൾ കണ്ടെത്തിയിരുന്നു. അതിനാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന പെൻഷൻ ഏത് പദ്ധതിയിലാണ്, മറ്റേതെങ്കിലും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൂടി ലഭിക്കുന്നുണ്ടോ, നിങ്ങളുടെ ആധാർ വിവരങ്ങൾ ശരിയാണോ തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കുന്നത് നല്ലതാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മസ്റ്ററിംഗ്. കേരളത്തിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ ഗുണഭോക്താക്കൾക്കുള്ള മസ്റ്ററിംഗ് ഇപ്പോൾ ആരംഭിച്ചതായി ഔദ്യോഗിക സേവന പോർട്ടൽ വ്യക്തമാക്കുന്നു. അതിനാൽ പെൻഷൻ വാങ്ങുന്നവർ മസ്റ്ററിംഗ് ആവശ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയും ആവശ്യമായ നടപടികൾ സമയത്ത് പൂർത്തിയാക്കുകയും വേണം. പ്രത്യേകിച്ച് പ്രായമായവർ, കിടപ്പ് രോഗികൾ, സ്വയം അക്ഷയ കേന്ദ്രത്തിലെത്താൻ ബുദ്ധിമുട്ടുള്ളവർ എന്നിവർക്ക് ലഭ്യമായ സംവിധാനങ്ങളെക്കുറിച്ച് ബന്ധപ്പെട്ട അധികൃതരോട് അന്വേഷിക്കുന്നത് നല്ലതാണ്. ഇവിടെ മറ്റൊരു കാര്യം കൂടി പ്രത്യേകം പറയണം. പെൻഷൻ പട്ടികയിൽ പരിശോധന നടക്കുന്നു എന്നതുകൊണ്ട് നിലവിൽ പെൻഷൻ വാങ്ങുന്ന എല്ലാവരുടെയും പെൻഷൻ ഉടൻ റദ്ദാക്കുന്നു എന്നല്ല. അർഹതയുള്ളവർക്ക് പെൻഷൻ ലഭിക്കുന്നുവെന്ന് ഉറപ്പാക്കാനും അനർഹരായവരെ ഒഴിവാക്കാനുമാണ് പരിശോധന. സർക്കാർ തന്നെ പെൻഷൻ പട്ടികയിൽ അനർഹരായ ഗുണഭോക്താക്കൾ ഉണ്ടാകാമെന്നും അത് പരിശോധിക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം അർഹരായ എല്ലാവരിലേക്കും ആനുകൂല്യം എത്തിക്കുകയാണ് ലക്ഷ്യമെന്നും അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പെൻഷൻ വാങ്ങുന്നവർ ചെയ്യേണ്ടത് വളരെ ലളിതമാണ്. സ്വന്തം പെൻഷൻ വിവരങ്ങൾ പരിശോധിക്കുക, ആധാർ വിവരങ്ങൾ ശരിയാണോ എന്ന് ഉറപ്പാക്കുക, മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക, വിധവാ പെൻഷൻ വാങ്ങുന്നവർക്ക് പുനർവിവാഹവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശരിയായി രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് ഉറപ്പാക്കുക. ഒരേ സമയം ഒന്നിലധികം പെൻഷൻ ലഭിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർഹത പരിശോധിക്കുക. പെൻഷൻ സംബന്ധിച്ച രേഖകളിൽ എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ അറിയിക്കുക. കാരണം 3000 രൂപ എന്ന വർധനവ് നടപ്പിലാക്കുമ്പോൾ അർഹരായവർക്ക് കൂടുതൽ സഹായം ലഭിക്കണമെന്നാണ് ലക്ഷ്യം. പക്ഷേ അതോടൊപ്പം രേഖകളിൽ തെറ്റുള്ളവരും അർഹത നഷ്ടപ്പെട്ടിട്ടും പെൻഷൻ തുടരുന്നവരും പരിശോധനയിൽപ്പെടാൻ സാധ്യതയുണ്ട്. അതിനാൽ പെൻഷൻ കിട്ടുന്നുണ്ടല്ലോ, ഇനി ഒന്നും ചെയ്യേണ്ട എന്ന മനോഭാവം വേണ്ട. നിങ്ങളുടെ പെൻഷൻ വിവരങ്ങൾ കൃത്യമാണോ എന്ന് ഇപ്പോൾ തന്നെ പരിശോധിക്കുന്നത് തന്നെയാണ് സുരക്ഷിതം. കേരളത്തിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ സംബന്ധിച്ച ഔദ്യോഗിക വിവരങ്ങൾ സേവന പെൻഷൻ പോർട്ടലിലും ജീവൻ രേഖ സംവിധാനത്തിലൂടെയുമാണ് ലഭിക്കുന്നത്. സംശയമുള്ളവർ ഔദ്യോഗിക കേന്ദ്രങ്ങളിലൂടെ വിവരങ്ങൾ ഉറപ്പാക്കേണ്ടതാണ്. 3000 പെൻഷൻ എന്ന പ്രതീക്ഷയ്ക്കൊപ്പം അർഹതാ പരിശോധനയും ശക്തമാവുകയാണ്. അതിനാൽ പെൻഷൻ വാങ്ങുന്നവർ ഈ വിവരങ്ങൾ ശ്രദ്ധിക്കുകയും ആവശ്യമായ രേഖകളും കൃത്യമായ സമയത്ത് മസ്റ്ററിംഗ് പൂർത്തിയാക്കുകയും ചെയ്യുക. ഈ വിവരം ആവശ്യമായ പെൻഷൻ ഗുണഭോക്താക്കളിലേക്ക് കൂടി നിങ്ങൾ ഷെയർ ചെയ്ത് എത്തിക്കുക. ഇതിനെക്കുറിച്ച് എന്താണ് നിങ്ങൾ ചിന്തിക്കുന്നത്? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്കപ്പോൾ മറ്റൊരു വാർത്താ അപ്ഡേറ്റിൽ കണ്ടുമുട്ടാം. നന്ദി.